നമസ്കാരം. വിശ്വവിഖ്യാതനായ ഹാസ്യ സാമ്രാട്ട് ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയാണ് മൈ ഓട്ടോബയോഗ്രാഫി. ലോകത്തെ ക്ലാസിക്കലായ ആത്മകഥയുടെ ഗണത്തിലാണ് ചാപ്ലിൻ്റെ ആത്മകഥ ഇടം പിടിച്ചിരിക്കുന്നത്. കാരണം ആത്മകഥ എന്ന് പറഞ്ഞാൽ അത് എഴുതുന്നയാൾ ആത്മനിന്ദാപരമായി എഴുതുകയാണെങ്കിലാണ് അത് വായനക്കാർക്ക് കൂടുതൽ പ്രിയങ്കരമാവുകയുള്ളൂ. ആ ഗണത്തിലുള്ള ആത്മകഥയാണ് മൈ ഓട്ടോബയോഗ്രാഫി. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അത് കൂടുതൽ സ്വീകാര്യമാകുന്നത് അതിലെ സത്യസന്ധത, അതിലെ ആത്മനിന്ദാപരമായി എഴുതിയതുകൊണ്ടാണ്. സാധാരണ ആത്മകഥകളിൽ ഞാൻ എന്ന ഭാവം, എൻ്റെ നേട്ടങ്ങൾ, എൻ്റെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എന്നുള്ള ഭാവം വരുമ്പോൾ ആത്മകഥ പതറിപ്പോകും. അപ്പോൾ ഇങ്ങനെ ലക്ഷണമൊത്ത മഹാത്മാഗാന്ധിയും ചാർലി ചാപ്ലിനും ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. രണ്ട് തരത്തിലുള്ള വ്യക്തികളാണ്, രണ്ട് കർമ്മമണ്ഡലത്തിൽ വ്യാപരിച്ചിരുന്നവരാണ്. എന്നാലും സത്യസന്ധത കൊണ്ടും ലാളിത്യം കൊണ്ടും ഒരു താരതമ്യം നടത്തിയെന്ന് മാത്രം. ഈ ആത്മകഥ വളരെ ബൃഹത്തായ ആത്മകഥയാണ്. 500 പേജിലേറെയുള്ള ആത്മകഥ. ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും 500 പേജിലേറെയുള്ള ആത്മകഥയാണ്. ചാപ്ലിൻ മരണപ്പെടുന്നതിൻ്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ആത്മകഥ പ്രസിദ്ധീകൃതമാകുന്നത്. പക്ഷേ അതിനും ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ചാപ്ലിൻ ആത്മകഥ എഴുതാൻ ആരംഭിച്ചിരുന്നു. ഇതിൽ ഗോസ്റ്റ് റൈറ്റർ ഇല്ല, ചാപ്ലിൻ തന്നെ എഴുതിയതാണ്. അത് അതിൻ്റെ വരികൾക്കിടയിൽ അത് നമുക്ക് വ്യക്തമാക്കുന്നതാണ്. ചാപ്ലിൻ കുട്ടിക്കാലത്ത് വല്ലാത്ത ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും അനുഭവിച്ച വ്യക്തിയായിരുന്നു. ദാരിദ്ര്യം, വിശപ്പ്, വിദ്യാനിഷേധം, അപമാനം, ഇതൊക്കെ ഏറ്റുവളർന്ന ഒരു കുട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ പ്രസിദ്ധമായൊരു ഉദ്ധരണിയുണ്ട്: എനിക്ക് മഴയത്ത് നടക്കാൻ വളരെ ഇഷ്ടമാണ്, കാരണം മഴയത്ത് നടക്കുമ്പോൾ എൻ്റെ കരച്ചിൽ ആരും അറിയില്ലല്ലോ എന്ന്. ആ ഉദ്ധരണിയിൽ തന്നെ അതിലുറഞ്ഞുകൂടിയ വേദനയുടെ തോത് വായനക്കാരന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ കഷ്ടതകളും ദാരിദ്ര്യവും വിശപ്പും ഒക്കെ അനുഭവിച്ചു വളർന്ന ചാപ്ലിൻ ഒരു കൊമേഡിയനായി തീരുകയാണ് ഉണ്ടായത്. അത് ഒരു ഐറണിയായി, അല്ലെങ്കിൽ ഒരു വിധിയുടെ ക്രൂരമായ ഒരു ബലിതം പോലെ അനുഭവപ്പെടും. ചാപ്ലിൻ്റെ ഈ ആത്മകഥയിൽ എന്നെ അഗാധമായി സ്പർശിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഒന്ന് അവതരിപ്പിക്കണമെന്നുണ്ട്. ആത്മകഥയിൽ എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു ചാപ്റ്ററാണത്. അത് വളരെ 3-ാമത്തെ അധ്യായത്തിൽ കുറഞ്ഞ വാക്കുകളിൽ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിൽ വളരെ വലിയ ഒരു ജീവിതം അടങ്ങിയിരിക്കുന്നു. ചാപ്ലിൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ലണ്ടൻ ഹിപ്പോഡ്രാമ എന്ന നാടക ട്രൂപ്പിൽ അഭിനയിക്കാൻ പോകുമായിരുന്നു. ഇത് ശരിക്കും അഭിനയത്തിനോടുള്ള അഭിനിവേശം കൊണ്ട് പോവുകയല്ല. അവിടെ ആ നാടകത്തിൽ അഭിനയിക്കാൻ പോയാൽ ചെറിയ പ്രതിഫലം ലഭിക്കും. അത് കുടുംബത്തിന് കൊടുത്ത് ഒരു നേരത്തെയെങ്കിലും വിശപ്പകറ്റാം എന്ന ചിന്തയോടുകൂടിയാണ് ചാപ്ലിൻ നാടകത്തിൽ അഭിനയിക്കാൻ പോയത്. അന്നത്തെ നാടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക നാടകത്തിൻ്റെ ഒരു അപരിഷ്കൃതമായ പതിപ്പാണ്. നാടകത്തിൽ തന്നെ സർക്കസ്, സംഗീതം, നൃത്തം, ഹാസ്യം, ചില ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കഥാസന്ദർഭത്തോട് ചേർന്നിട്ട് ഉള്ളതായിരിക്കില്ല. അങ്ങനെ എല്ലാത്തിനും ഈ കലകളുടെ എല്ലാം ഒരു കൊളാഷാണ് അന്നത്തെ നാടകം. അപ്പോൾ ഈ നാടകത്തിലൊക്കെ ഒരുപാട് ആളുകൾക്ക് അഭിനയിക്കാനുള്ള അവസരമുണ്ടാകും. കോറസ്. അപ്പോൾ ഈ കോറസിലെ എണ്ണം തികയ്ക്കാനുള്ള ഒരാൾ, അതാണ് അന്നത്തെ കാലത്തെ കുട്ടി ചാപ്ലിൻ്റെ അഭിനയം. ആ കാലത്ത് ഈ ലണ്ടൻ ഹിപ്പോഡ്രാമ എന്ന ഈ നാടക ട്രൂപ്പിൽ
മഹാനായ ഫ്രഞ്ച് കൊമേഡിയൻ മഴ്സലിൻ എന്ന വ്യക്തിയുടെ ഹാസ്യ പ്രകടനമുണ്ടാകും. മഴ്സലിൻ്റെ ഹാസ്യം എന്ന് പറഞ്ഞാൽ അത് അത്രയും വൈഭവമുള്ള സർഗാത്മകമായ തനതായ ഒരു ശൈലിയിലുള്ള ഹാസ്യമാണ്. ആ ഹാസ്യത്തിന് നാടകവുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് അദ്ദേഹം നാടകം നടന്നുകൊണ്ട് ഇരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ പ്രകടനമുണ്ടാവും. ഈ പ്രകടനം കാണാൻ വേണ്ടി മാത്രം അന്ന് ആയിരക്കണക്കിന് ആളുകൾ തമ്പിലേക്ക് ഒഴുകിയെത്തുമായിരുന്നു. അത്രയ്ക്ക് ജനപ്രീതി, അത്രയ്ക്ക് പ്രതിഭ മഴ്സലിൻ എന്ന ഈ കൊമേഡിയനുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ട് അങ്ങനെയാണ് ഈ കുട്ടി ചാപ്ലിൻ തൻ്റെ ഉള്ളിലും ഉറഞ്ഞു കിടക്കുന്ന ഹാസ്യ കലാകാരൻ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ചാപ്ലിനെ തിരിഞ്ഞു കിട്ടിയത് ഈ മഴ്സലിൻ്റെ പ്രകടനം കണ്ടാണ്. മഴ്സലിനെ പോലെ ഒരു കൊമേഡിയൻ ആകുക എന്നത് ചാപ്ലിൻ്റെയും അഭിലാഷമായി മാറി. മഴ്സലിൻ ചാപ്ലിൻ്റെ റോൾ മോഡലും ആരാധ്യ പുരുഷനുമായി മാറി. മാത്രമല്ല, കോറസിലെ ഒരു അംഗം എന്നതിലപ്പുറം ഒരു തവണ ഈ മഴ്സലിൻ്റെ കൂടെ ഒരു പൂച്ചയെ അനുകരിച്ച് അഭിനയിക്കാനുള്ള ഭാഗ്യവും ചാപ്ലിനുണ്ടായി. മഴ്സലിൻ പിന്നീട് തൻ്റെ ഈ പ്രതിഭാവിശേഷത്തിൻ്റെ പ്രസിദ്ധിയിൽ പിന്നീട് US-ലുള്ള ഒരു വലിയ ട്രൂപ്പിലേക്ക് ക്ഷണം കിട്ടുകയും അദ്ദേഹം ലണ്ടൻ ഹിപ്പോഡ്രാമയിൽ നിന്ന് US-ലെ ആ നാടക ട്രൂപ്പിലേക്ക് പോകുകയും ചെയ്തു. അങ്ങനെ US-ലും മഴ്സലിൻ പ്രസിദ്ധനായി. പിന്നീട് മഴ്സലിനെ പറ്റി ഒരു വിവരവുമില്ല. പിന്നെ ചാപ്ലിൻ്റെ കാലമായിരുന്നു. ചാപ്ലിൻ നാടക നടനായി, നാടകകൃത്തായി, നാടക സംവിധായകനായി, പിന്നീട് സിനിമാ നടനായി, സിനിമാ തിരക്കഥാകൃത്തായി, സിനിമാ സംവിധായകനായി, സിനിമാ നിർമ്മാതാവായി ലോകം മുഴുവൻ അറിയപ്പെടുന്ന തലത്തിലേക്ക് ചാർലി ചാപ്ലിൻ വളർന്നു. പക്ഷേ ഈ മേഖലകളിലൊക്കെ വ്യാപരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കൊമേഡിയൻ എന്നായിരുന്നു. അദ്ദേഹം അതാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെ ചാപ്ലിൻ വളരെ വലിയ പ്രസിദ്ധിയുള്ള നടനായി ഹോളിവുഡിലുള്ള സമയത്ത്, ഹോളിവുഡിലെ മുടി ചൂടാമന്നനാണ് ചാപ്ലിൻ. ആ സന്ദർഭത്തിൽ ലോസ് ആഞ്ചൽസിൽ ഒരു വളരെ പേരുകേട്ട ഒരു നാടക ട്രൂപ്പ് എത്തുന്നു എന്ന ഒരു പരസ്യം ചാപ്ലിൻ കാണാനിടയാകുന്നു. മാത്രമല്ല, ആ നാടകത്തിൽ തൻ്റെ റോൾ മോഡലായിരുന്ന, തൻ്റെ ആരാധ്യ പുരുഷനായിരുന്ന ഫ്രഞ്ച് കൊമേഡിയൻ മഴ്സലിനും ഉണ്ട് എന്ന് ചാപ്ലിന് അറിവ് കിട്ടുന്നു. അദ്ദേഹം ആ നാടകം വന്നപ്പോൾ വളരെ ഉത്സാഹത്തോടു കൂടി, വളരെ തിരക്കുള്ള നടനാണ് ആ സമയത്ത്, എന്നാൽ ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹം ടിക്കറ്റ് എടുത്ത് ഒരു പ്രേക്ഷകനായി ആ നാടകം കാണാൻ പോകുന്നു. പക്ഷേ മഴ്സലിൻ എന്ന അസാമാന്യ പ്രതിഭയെ അദ്ദേഹം അർഹിക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നതിന് പകരം തമ്പിൽ ഓടി നടക്കുന്ന അനേകം കോമാളി കൂട്ടങ്ങളിൽ ഒരാളായി ട്രൂപ്പ് അദ്ദേഹത്തെ തരം താഴ്ത്തിയിരുന്നു. മുമ്പ് ചാപ്ലിൻ തുടങ്ങിയ കോറസിലെ ഒരു അംഗം പോലെ വളരെ സീനിയറായ, വളരെ പ്രതിഭാശേഷിയുള്ള കൊമേഡിയനെ ആ തലത്തിലേക്ക് ആ ട്രൂപ്പ് തരം താഴ്ത്തിയിരുന്നു. അത് ചാപ്ലിന് വളരെ വേദനാജനകമായ അനുഭവമാകുന്നു. എന്നാലും അദ്ദേഹം നാടകം കഴിഞ്ഞ് ഗ്രീൻ റൂമിൽ പോയി മഴ്സലിനെ പരിചയപ്പെടുന്നു. ആ സമയത്ത് ചാർലി ചാപ്ലിനെ അറിയാത്തവരായി ആരുമില്ല. എന്നാലും അദ്ദേഹം പണ്ട് ലണ്ടൻ ഹിപ്പോഡ്രാമയിൽ താൻ ഉണ്ടായിരുന്നുവെന്നും മഴ്സലിൻ്റെ കൂടെ ഒരു പൂച്ചയെ അനുകരിച്ച് അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ വളരെ ഉദാസീനവും തണുത്തതുമായ പ്രതികരണമായിരുന്നു മഴ്സലിൽ നിന്നുണ്ടായത്. അദ്ദേഹത്തിൻ്റെ കോമാളിയുടെ ചമയങ്ങൾക്കുള്ളിൽ നിന്ന് വിഷാദമഗ്നമായ ആ മുഖം ചാപ്ലിന് തിരിഞ്ഞു കിട്ടുകയും അദ്ദേഹം ഭിന്നതയോടെ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ ചാപ്ലിൻ്റെ റോൾ മോഡലായ അസാമാന്യ പ്രതിഭ മഴ്സലിൻ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയുണ്ടായി.
അദ്ദേഹം വെടിവെച്ച് മരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ റെക്കോർഡിൽ അന്നത്തെ ഹിറ്റ് ഗാനമായ മൂൺ ലൈറ്റ് ആൻഡ് റോസസ് എന്ന പ്രണയഗാനം പ്ലേ ചെയ്യപ്പെട്ടിരുന്നു. ആ ഗാനം കേട്ടുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. മരണാനന്തരവും അർഹിക്കുന്ന പ്രാധാന്യം കിട്ടാതെ പത്രത്തിലെ വെറുമൊരു ചരമകോളത്തിൽ അസാമാന്യ പ്രതിഭ ഒടുങ്ങി. ഈ കഥ, ഈ ജീവിതകഥ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തെയും പാരുഷ്യത്തെയും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ധാരാളം കാണുന്നതാണ്. വളരെ വലിയ ഔന്നത്യത്തിലുള്ള ഒരു കലാകാരൻ, അല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിലുള്ള ആൾ ഏറ്റവും താഴത്തേക്ക് നിബന്ധിക്കുന്ന ദുർവിധി ജീവിതത്തിൽ ധാരാളം നടക്കുന്ന ഒരു സംഭവമാണ്. അത് ചാപ്ലിൻ്റേതായ രീതിയിൽ ആത്മകഥയിൽ അവതരിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇതുപോലെ വേറെയും കലാകാരന്മാരുടെയും പ്രതിഭകളുടെയും ജീവിതം ചാപ്ലിൻ പറയുന്നുണ്ട്. ചാപ്ലിൻ്റെ ആത്മകഥ ചാപ്ലിൻ്റെ മാത്രം ആത്മകഥയല്ല. ഇത്തരത്തിലുള്ള അവഗണിക്കപ്പെട്ട കലാകാരന്മാരുടെയും പ്രതിഭാശാലികളുടെയും പാവപ്പെട്ടവരുടെയും നിസ്വരുടെയും അത്ര തന്നെ മുഖ്യധാരയിൽ വരാത്ത ആ വ്യക്തികളുടെയും ഒക്കെ ആത്മകഥയായി മാറുന്നു എന്നതാണ് ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയെ വ്യത്യസ്തമാക്കുന്നത്. ഞാൻ വായിച്ച ഏറ്റവും ലക്ഷണമൊത്ത ആത്മകഥയാണ് ചാർലി ചാപ്ലിൻ്റെ മൈ ഓട്ടോബയോഗ്രാഫി.